നീ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. നിനക്ക് വേണ്ടി വാദിക്കാനോ വക്കാലത്ത് പറയാനോ ഒരുത്തരും വരില്ലടാ. അതിന് ചങ്കറൊപ്പും കൈക്കരുത്തുള്ള മറ്റൊരവതാരം. ഒരു നേരത്തെ ആഹാരം തന്നിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ആരും ഞങ്ങൾക്ക് ആഹാരം തരുന്നില്ല. ഒരു രോഗത്തിന് വരെ ഞങ്ങൾക്ക് മുൻഗണന ഉണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളെ പോച്ചേനെ സംരക്ഷിക്കണം. സ്ത്രീകൾക്ക് എല്ലായിടത്തും നല്ല ഗവൺമെന്റ് നല്ല തന്നിട്ടുണ്ട്. എന്തുകൊണ്ട് അന്ന് പ്രതിരോധിച്ചില്ല? അത് കഴിഞ്ഞിട്ടുള്ള പല പ്രോഗ്രാമിലും ചിരിച്ചുകൊണ്ട് വന്ന് ഞങ്ങളുടെ പോച്ചകളുടെ നിന്ന് ഡാൻസ് കളിച്ചത്. എന്നിട്ട് എന്തിനിങ്ങനെ പ്രതികരിച്ചു? അതാണ് ഞങ്ങൾക്ക് അറിയേണ്ടത്. ഞങ്ങൾ സ്ത്രീകളാണ്. എന്തിന് പോച്ചയെ പെടുത്താൻ വേണ്ടി കാശ് മേടിച്ച് ചെയ്താൽ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നിങ്ങളൊക്കെ പോച്ചയുടെ കൂടെയാണോ? ഞങ്ങൾക്ക് ബാധിക്കുന്നല്ല ചെയ്തപ്പോഴ ഞങ്ങൾക്ക് സഹായ പോച്ചയില്ല. കണ്ടത്തിൽ പണിയെടുത്ത വരുമ്പത്ത് കൂലിയായിരുന്നു. ഞങ്ങളെ ഒന്നും ബാധിക്കുന്നില്ല. സ്ത്രീക്ക് ഒരു സ്ത്രീക്ക് വേണ്ടിയല്ല, ഒരു സമൂഹത്തിലെ സ്ത്രീകൾക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ ഇറങ്ങിയതാ. ഞങ്ങളതിന് പറയുന്നത് അപമാനമായിട്ടിരിക്കുന്ന ഒരുപാട് സഹായം ഞങ്ങൾക്ക് തോന്നുന്നില്ലല്ലോ. അദ്ദേഹം എന്താ പറഞ്ഞത്? ആ വീഡിയോസ് നിങ്ങൾ കാണിച്ച എല്ലാ വീഡിയോ ചാനലുകളിലും അദ്ദേഹം പറയുന്നുണ്ടല്ലോ, മഹാഭാരതത്തിലെ കുന്തിദേവിയെ പോലെ ഇരിക്കുന്നു എന്നല്ലേ പറഞ്ഞത്. തെറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ലല്ലോ. തെറ്റല്ലേ പറഞ്ഞിട്ടുള്ളൂ അല്ല, അയാളൊന്നും തെറ്റ് ചെയ്തിട്ടില്ലല്ലോ. കുന്തിദേവി എന്ന് പറഞ്ഞാൽ എന്താ? അതേ പറഞ്ഞിട്ടുള്ളൂ സാറേ. സാറിനെ ഞങ്ങൾക്ക് സംരക്ഷിക്കണം. നമ്മൾ ഒരു കൂട്ടം സ്ത്രീകൾ ആർക്കൊപ്പം അബോധത്തൊപ്പല്ലേ? 6 ദിവസം അദ്ദേഹം കാക്കനാട് ജയിലിലായിരുന്നല്ലോ. 6ാം നാൾ അദ്ദേഹത്തിന് ജാമ്യവും കിട്ടി. അദ്ദേഹത്തെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ജനക്കൂട്ടം തന്നെയാണ്, ജനസാഗരം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഓരോ മനുഷ്യരുടെയും മനസ്സിൽ ഈ ബോച്ചയ്ക്കുള്ള ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന്. എല്ലാവരുടെയും മനസ്സിൽ അത്രത്തോളം ബോച്ച ഒരു നോക്ക് കാണാനും ആ ഒരു സ്നേഹം പങ്കിടാനും വേണ്ടിയിട്ട് ഇത്രത്തോളം ജനങ്ങളാണ് അവിടെ തടിച്ചുകൂടിയത്. ഇതുമായി ബന്ധപ്പെട്ട് രാഹുൽ ഈശ്വറിന് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേട്ടു നോക്കാം. ശ്രീ രാഹുൽ ഈശ്വർ, ഈ ബോബി ചെമ്മണ്ണൂരിനെ കോടതി അത്ര കണ്ട് പിന്തുണച്ചിട്ടില്ല. അദ്ദേഹത്തിന് ജാമ്യം നൽകുമെന്നാണ് നമുക്ക് ലഭ്യമാവുന്നത്. പക്ഷേ സോഷ്യൽ മീഡിയയിൽ വഴി തെറ്റായ പ്രചരണം നടത്തുന്നവർക്കുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇതെന്ന സൂചന കോടതി പങ്കുവയ്ക്കുന്നുണ്ട്. താങ്കൾക്കുമൊക്കെ അത് ബാധകമാവുമോ? കോടതി ബാലൻസ്ഡ് ആയ ഒരു അപ്രോച്ച് എടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ സന്തുലിതമായ അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ബോബി ചെമ്മണ്ണൂർ ചെയ്ത കാര്യം ശരിയല്ല എന്ന് പറയുകയും അതോടൊപ്പം ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം അനുവദിക്കാനുള്ള സാധ്യതകളാണ് കൂടുതലെന്നാണ് മനസ്സിലാക്കുന്നത്. 3:30-ക്കാണ് കോടതി വിധി അപ്ലോഡ് ചെയ്യും എന്ന് പറഞ്ഞിരിക്കുന്നത്. ബോബി ചെമ്മണ്ണൂറിന് ജാമ്യം കിട്ടുകയാണെങ്കിൽ അത് വളരെ ആശ്വാസമാണ്, സന്തോഷമാണ്. അദ്ദേഹം ചെയ്ത ശരിയല്ലാത്ത കാര്യത്തെ ശരിയല്ലാന്നും, എന്നാൽ ബോബി ചെമ്മണ്ണൂരിനെ കുറിച്ച് നമ്മുടെ കേരളീയ സമൂഹം മറക്കണ്ടാത്തത് ഇത്രമാത്രം കേരള സമൂഹത്തിന് നന്മ ചെയ്ത മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല, ഇത്രമാത്രം ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന മറ്റൊരു ബിസിനസ്സുകാരൻ കാണില്ല. 14 ലക്ഷം ആൾക്കാരെയാണ് രക്തബാങ്കിലേക്ക് അദ്ദേഹം കൊണ്ടുവന്നത്. രാഹുൽ, നമുക്ക് അതിലേക്ക് വരാം. അതിന് മുമ്പ് കേസിന്റെ മെറിറ്റിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന് ജാമ്യം കിട്ടി എന്നതുകൊണ്ട് അദ്ദേഹം തെറ്റുകാരനല്ല എന്ന് കോടതി പറയുന്നില്ല. 6 ദിവസം ജയിലിൽ കിടന്നില്ലേ? അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന നിരീക്ഷണം തന്നെയാണ് കോടതി നടത്തിയിരിക്കുന്നത്. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന നിരീക്ഷണം അദ്ദേഹവും പോലും അംഗീകരിക്കുന്നതാണ്. ബോബി ചെമ്മണ്ണൂർ, അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവർ എല്ലാം പറയുന്നത് ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഒരു നാക്കുപിഴ ഉണ്ടായിട്ടുണ്ട്, ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുണ്ടായിട്ടുണ്ട്, അതൊരു ദ്വയാർത്ഥ പ്രയോഗമാണ്. കോടതിയിലൂടെ തന്നെ അദ്ദേഹം പറയുകയുണ്ടായി, ഇനി ഞാനത് ആവർത്തിക്കില്ല. ആ ഒരു വാക്കുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ 25 വർഷമായി നമുക്ക് ചെയ്ത നന്മകളെല്ലാം നമുക്ക് മറക്കാൻ പറ്റൂ? ഈ മനുഷ്യൻ ഒരു വാക്ക് തെറ്റായി പറഞ്ഞു, ഇല്ലെന്നാരും പറയുന്നില്ല, അതിനെ ആരും ന്യായീകരിച്ചില്ല. പക്ഷെ ബോബി ചെമ്മണ്ണൂർ ഇതുവരെ ചെയ്ത ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, 10,000-കണക്കിന് ആൾക്കാരുടെ ജീവിതത്തെ സഹായിക്കൽ, 1000-കണക്കിന് വീട് വെച്ച് കൊടുക്കൽ, ലക്ഷക്കണക്കിന് രക്തദാനം നടത്തൽ, ഇതെല്ലാം നമ്മൾ മറക്കണോ? അദ്ദേഹം ചെയ്തത് തെറ്റാണ്, ആരും ന്യായീകരിച്ചില്ല. അല്ല, അത് നമുക്ക് അദ്ദേഹം നടത്തുന്ന നല്ല കാര്യങ്ങൾ ആരും ഈ വിഷയത്തിൽ നമ്മൾ കാണാതെ പോവുകയല്ല. അത് വേറെ വിഷയം, അതും ഇതുമായിട്ടുമല്ലല്ലോ. ഇത് ഒരു കാര്യം കൂടിയുണ്ട്. ഈ കുന്തി ദേവി ദയാർത്ഥം അല്ലെന്ന പ്രതിഭാഗത്തിന്റെ വാദം, ഈ വാദം വീണ്ടും ആവർത്തിക്കുമ്പോൾ കോടതി രൂക്ഷമായ ചില പരാമർശം കൂടി നടത്തിയിട്ടുണ്ട്. അതായത് പരാതിക്കാരിയെ ജാമ്യാപേക്ഷയിൽ വീണ്ടും അപമാനിക്കുന്നു എന്ന നിരീക്ഷണം കൂടിയുണ്ട്. ഹണി റോസിന് അസാമാന്യ മികവൊന്നുമില്ലെന്ന ജാമ്യാപേക്ഷയിലെ പരാമർശത്തിന് വിമർശനവും കോടതിയിൽ നിന്നുണ്ടാവുന്നു. ഒടുവിൽ അഡ്വക്കേറ്റ് രാമൻപിള്ള പരാമർശം പിൻവലിക്കുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ചെയ്തെങ്കിൽ ഒരു വരി കൂടെ പറയാം, അങ്ങനെ ചെയ്തെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാര്യം ഹണി റോസിന് മികവില്ലെങ്കിൽ ഈ 3 ജ്വല്ലറി ഇനോഗ്രേഷൻ ഹണി റോസിനെ വിളിക്കണോ? അങ്ങനെയൊന്നും ആരും, ഞാൻ രാമപിള്ള സാറിനെ ആദരിക്കുന്ന ഒരു വ്യക്തിയാണ്. രാമപിള്ള സാറിന് മുമ്പിൽ ഇരുന്നൊരു നിയമം പറയാൻ അർഹത എനിക്കില്ല.
പക്ഷേ ഏതെങ്കിലും അഡ്വക്കേറ്റ് രാമല സാർ അങ്ങനെ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നില്ല, ഇവർക്ക് മികവില്ലെന്നോ വേറെ ഏതെങ്കിലും കാര്യങ്ങളിലെന്നോ പറയുന്നതിന് ഒരു അർത്ഥമില്ല. അവർ സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നടിയാണ്. തെലുങ്ക് സൂപ്പർ സ്റ്റാറുകളുടെ വരെ നായികയായിട്ട് അഭിനയിച്ച വ്യക്തിയാണ് ഹണി റോസ്. ഹണി റോസിനെ വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ അപമാനിക്കാൻ പാടില്ല, വില കുറച്ച് കാണാൻ പാടില്ല, ഇകഴ്ത്തി കാട്ടാൻ പാടില്ല. ഹണി റോസിനെ വിമർശിക്കാം, ഞാൻ ഇന്നും നാളെയും മറ്റന്നാളും വിമർശിക്കും. പക്ഷേ ഹണി റോസ് മികച്ച കലാകാരിയാണ്, 18 വർഷങ്ങളോളമായി സിനിമയിലുണ്ട്. ഹണി റോസിന്റെ കലാപരമായ ഔന്നത്യത്തെയോ കഴിവിനെയോ ഒന്നും ഒരു കാരണവശാലും നമ്മൾ അപഹസിക്കാൻ പാടില്ല, ചെറുതാക്കി കാണിക്കാൻ പാടില്ല. ഹണി റോസ് മികച്ച രീതിയിൽ ഒരു അഭിനേത്രിയും സെലിബ്രിറ്റിയും കൂടി ആയതുകൊണ്ടല്ലേ മൂന്ന് ജ്വല്ലറിയോളം ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ കോടതിയിൽ, ഞാൻ അഡ്വക്കേറ്റും കൂടെ ആയിട്ട് പറയാം, നമ്മൾ അഡ്വക്കേറ്റും ശ്രദ്ധിക്കേണ്ടതാണ്. കോടതിയിൽ എതിർഭാഗത്തെ താഴ്ത്തി കെട്ടുന്ന ശീലം നമുക്ക് ശരിയല്ല. ഇപ്പൊ എന്റെ അടക്കമുള്ള, ഞാനാണ് ഫ്രെയിം ചെയ്തത്, എന്റെ അടക്കമുള്ള കാര്യത്തിൽ ഞാൻ ഹണി റോസിനെ ഏറ്റവും ആദരിക്കുകയും അവരുടെ കുടുംബത്തെക്കുറിച്ച് കേട്ട നല്ല വാക്കുകൾ ഹൈലൈറ്റ് ചെയ്യുകയും എന്റെ കോടതിയിൽ കൊടുത്ത എന്റെ ജാമ്യാപേക്ഷയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഹണി റോസിനെ ഇകഴ്ത്തി കാണുന്നത് ഒരു കാരണവശാലും യോജിക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. എന്നാൽ അതോടൊപ്പം ബോച്ചയ്ക്ക് ജാമ്യവും കിട്ടണം, ബോച്ചയും വെളിയിൽ വരണം. ബോച്ച ചെയ്ത നന്മകളെ നമ്മൾ പ്രശംസിക്കുകയും ഈ പിഴവിനെ നമുക്ക് കേരള സമൂഹത്തിന് പൊതുമാപ്പ്, അദ്ദേഹത്തിന് ഒരു മാപ്പ് കൊടുക്കാനും നമുക്ക് കഴിയും. ഒരു കാര്യം കൂടി രാഹുൽ ഈശ്വർ, അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ താങ്കളുടെ ജാമ്യാപേക്ഷ, അറസ്റ്റ് തടയണമെന്ന വാദം കോടതി അംഗീകരിച്ചിട്ടില്ല. ഇന്ന് താങ്കളുടെ ജാമ്യാപേക്ഷയും കോടതി പരിഗണിക്കുന്നുവെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്കൾ കോടതിയിൽ നിന്ന് അനുകൂലം ഒരു തീരുമാനം പ്രതീക്ഷിക്കുന്നുണ്ടോ, അതോ അറസ്റ്റ് കോടതിയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്? നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല എന്നുള്ളത് സത്യമാണ്. അറസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്ന കാര്യം നോട്ട് ടു അറസ്റ്റ് കിട്ടിയില്ല. അതുകൊണ്ട് പോലീസിന് അറസ്റ്റ് ചെയ്യാൻ ഒരു പുതിയ കേസോ എഫ്ഐആറോ ഇട്ട് അറസ്റ്റ് ചെയ്യാൻ പോലീസിന് തടസ്സമില്ല എന്നുള്ള കാര്യം സത്യമാണ്. അഥവാ അങ്ങനെ ഉണ്ടെങ്കിൽ വീണ്ടും കോടതിയെ സമീപിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ നോക്കുന്നത്. ഇതുവരെ എന്തായാലും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇൻഫർമേഷൻ ഒന്നും വന്നിട്ടില്ല. എനിക്ക് നോട്ടീസോ മറ്റോ നൽകിയാൽ ഞാൻ ഇമ്മീഡിയറ്റ്ലി പോലീസുകാർ പറയുന്ന സ്ഥലത്ത് എത്തുകയും ചെയ്യും. ഞാൻ എവിടെയും വരെ പോകാൻ പോകുന്നില്ല, തിരുവനന്തപുരത്ത് എന്റെ വീട്ടിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങളിലൂടെ കൂടെ പോലീസിനെ അറിയിക്കുകയാണ്. ഞാൻ ഓടിപ്പോകാൻ ശ്രമിച്ചൊന്നും പറയരുത്, ഞാൻ വീട്ടിൽ തന്നെ ഉണ്ട്, എപ്പം വേണമെങ്കിലും അവർക്ക് അറസ്റ്റ് ചെയ്യാം. മാത്രമല്ല ആശ്വാസകരമായ, താങ്കൾക്ക് ഭയപ്പെടേണ്ടതില്ല എന്ന നിരീക്ഷണമാണ് ഞങ്ങൾക്കും കൊച്ചിയിൽ നിന്ന് ലഭ്യമാവുന്നത്. കാരണം പോലീസ് പ്രതീക്ഷിക്കുന്നത്. അതെ, കൊച്ചി രാഹുൽ ഈശ്വറിന്റെ വാക്കുകളിൽ തന്നെയുണ്ട് അദ്ദേഹത്തിനുണ്ടായ സന്തോഷം എത്രത്തോളമാണെന്ന്. എന്തായാലും ബോച്ച് ജാമ്യത്തിൽ ഇറങ്ങിയതുകൊണ്ട് ഒരുപാട് ജനങ്ങൾ ആഹ്ലാദ തിമിർപ്പിലാണിപ്പം. ഇത്രത്തോളം ജനങ്ങളുടെ സ്നേഹത്തിന് ബോച്ച അർഹനാണോ എന്ന് ചോദിച്ചാൽ 100 വട്ടം അർഹനാണ്. അത്രത്തോളം സമൂഹത്തിന് വേണ്ടിയിട്ട്, പൊതു സമൂഹത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം നല്ലൊരു ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു മനുഷ്യനാണ്. ഒരിക്കലും 100ൽ 100 വട്ടം ഈ സ്നേഹം അദ്ദേഹത്തിന് അർഹതപ്പെട്ടത് തന്നെയാണ്. ഒരു 4-5-6 ദിവസം അദ്ദേഹം ജയിലിലായിരുന്നപ്പോഴാണ് ഈ ജനങ്ങൾക്ക് ബോച്ചയോടുള്ള ആ ഒരു സ്നേഹം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലായത്. അതിപ്പോ എത്രയോ പെണ്ണെന്നില്ല, ആണെന്നില്ല, എല്ലാവരും ഒരേ രീതിയിൽ ആരും ഈ പറയുന്ന ആരും പെണ്ണുങ്ങൾ പോലും ഹണി റോസിനെ അനുകൂലിച്ച് പറയുന്നില്ല. അപ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആ ബോച്ചയ്ക്കുള്ള ഒരു സ്ഥാനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എന്തായാലും ബോച്ചയും ഹണി റോസിനെയും തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ജനപിന്തുണ ബോച്ചയ്ക്ക് തന്നെയാണ്. ഈ മേനിയഴകും മറ്റതും മറിച്ചതും ഒന്നും കാട്ടിയിട്ട് വന്നിട്ട് യാതൊരു കാര്യവും ഇല്ലെന്ന് ഇപ്പൊ മനസ്സിലായല്ലോ ഹണി റോസ്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് ഇത്രയ്ക്കുള്ളൂ.